കൂത്തുപറമ്പ് കൈതേരിയിൽ മരം വെട്ടു തൊഴിലാളിയെ ഗുണ്ടാ സംഘം മാരകായുധങ്ങളുമായി എത്തി വീട്ടിൽ കയറി ആക്രമിച്ചു. കൈതേരിയിലെ മരുതോറ വീട്ടിൽ വിജേഷാണ് ആക്രമിക്കപ്പെട്ടത്. ചൊവ്വാഴ്ച വൈകിട്ടാണ് സംഭവം. ഇരുമ്പ് കമ്പിയും കല്ലും കൊണ്ടുള്ള ആക്രമണത്തിൽ വിജേഷിന്റെ തല തകർന്നു. ഇടത് കാലിൽ പൊട്ടി. വധശ്രമത്തിനിരയായി ഗുരുതര പരിക്കേറ്റ വിജേഷിനെ ബഹളം കേട്ടെത്തിയവർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചു. ഇവിടെ അടിയന്തര ഓപ്പറേഷന് വിധേയമാക്കി. ഒരു സുഹൃത്തുമായുള്ള തർക്കത്തിന്റെ പേരിൽ കാപ്പ കേസ് പ്രതി ഉൾപ്പെടെയുള്ള 5 അംഗ ഗുണ്ടാ സംഘമാണ് തന്നെ വീട്ടിൽ കയറി കൊല്ലാൻ ശ്രമിച്ചതെന്ന് ആശുപത്രിയിലുള്ള വിജേഷ് പറഞ്ഞു. 2 ദിവസം മുൻപ് നിർമ്മലഗിരി കോളേജ് പരിസരത്തും വിജേഷിനെ ഗുണ്ടാ സംഘം ഭീഷണിപ്പെടുത്തി കയ്യേറ്റം ചെയ്തിരുന്നു അത്രേ. ഇതിനു പിന്നാലെയാണ് 3-ാം പീടിക സ്വദേശികളായ 5 അംഗ സംഘം വീട്ടിൽ കയറി ആക്രമിച്ചതെന്ന് വിജേഷ് പറഞ്ഞു. സുനീഷനാണ് എന്നെ അടിച്ചത്. പിന്നെ ശ്രീനാഥ് പഠിച്ചിന്. പിന്നെ അമൽ എന്ന് പറഞ്ഞ ഓനെ അടിച്ചിന്. ഞാൻ പണിയും കയറി വീട്ടിൽ വന്ന സമയത്താണ് അവർ വന്നിട്ട് പെട്ടെന്ന് വേക്കിലോട്ട് വന്നിട്ടാണ് തലക്കടിച്ച്. കല്ലും എടുത്തിട്ട് തലക്കൊടിച്ച് കാലിന് ഇരുമ്പ് കടി എടുത്തടിച്ച്. ഞാനും ശ്രീനാഥ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു സൗന്ദര്യപ്പണക്കമായിട്ട് ചെറിയ വാക്കുതർക്കം ഉണ്ടായിരുന്നു. ഇതിന് മുമ്പ് രാത്രി ഒരു 7 മണിക്ക് സമയത്ത് ഇവരെ കൂട്ടിയിട്ട് വന്നിട്ട് ഇവർ എന്നോട് ഒച്ചപ്പാടുള്ളാക്കി. അന്ന് കോളറെല്ലാം പഠിച്ചിന്. ഇത് കുണ്ടു സുനീഷ് എന്ന് പറഞ്ഞ എന്നോട് പറഞ്ഞ് ഇന്നെ വിടുമെന്ന് വെച്ചാൽ ഇന്നെ അടിച്ച് കൊല്ലേണ്ട വിധത്തിൽ ഇന്നെ ആക്കൂന്ന് പറഞ്ഞ്. എന്നിട്ട് രാത്രി വന്നിട്ടാണ് വൈകുന്നേരം ഇന്നലെ വന്നിട്ടാണ് എന്നെ തലക്കടിച്ചത്. 6 മണിക്കാണ് നമ്മൾ അറിയുന്നത്. ഇതിന്റെ ഒച്ച കേട്ടിട്ടാണ് നമ്മൾ വന്നത്. നമ്മള് 2 ആള് വണ്ടിയിൽ കൊണ്ടുവന്ന് ഇപ്പം തലയും മുറിയിട്ടുണ്ട്, കാലിനും ഇതെല്ലാം ഇതെല്ലാം. പിന്നെ നാടൻ പണിയെല്ലാം എടുക്കുന്ന മരമുറി ജോലിയെല്ലാം ചെയ്തിട്ട് വരുന്ന. പിന്നെ അതിന് മുമ്പോട്ട് ഇവന്റെ 2 മാസം വിശ്രമം ഇതെല്ലാം പറയുന്നു.